നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആദ്യം തന്നെ കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നന്നായിട്ട് ഇമാം മാഗസിൻ ഉൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ വളരെ നന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് എഴുതുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ തന്നെ ഒരു അഭംഗിയില്ലേ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം അല്ലേ? നന്നായിട്ട് എഴുതുന്ന ഞങ്ങളെ വിളിച്ചിട്ട് എന്തിനാണ് എഴുതുന്നത് എന്നൊരു ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? അപ്പം ശരിക്കും ആ ഒരു ചോദ്യം നമുക്ക് രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്ന്, വളരെ സീരിയസ് ആയിട്ട് വളരെ ഭവ്യമായിട്ട് താങ്കൾ എന്തിനാണ് എഴുതുന്നത് എന്ന അർത്ഥത്തിൽ ചോദിക്കാം. രണ്ട്, എന്തിനാ എഴുതുന്നത് എന്ന് ഹാസ്യാത്മകമായിട്ട് ഒരു കളിയാക്കലിൻ്റെ സ്വരത്തിലും ചോദിക്കാം. അതിൽ നമ്മളുടെ ചോദ്യം ആദ്യത്തേതാണ് കേട്ടോ. വളരെ ഗൗരവതരമായിട്ട് വളരെ ആദരവോട് കൂടിയിട്ട് ഒരാൾ എന്തിനാണ് എഴുതുന്നത്, അതാണ് നമ്മളുടെ ചോദ്യം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അനുബന്ധ ചോദ്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്നത്തെ ഒരു അരമണിക്കൂർ സമയത്തിൽ അല്ലെ 1 മണിക്കൂർ സമയത്തിൽ ശ്രമിക്കുന്നത്. എന്തിനാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്, എന്താണ് എഴുതേണ്ടത്, എന്താണ് എഴുത്തിൽ വേണ്ടത്, ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്, നമ്മളൊരു ചെറിയ ശ്രമമാണ് ഈ ഒരു പ്രഭാഷണം. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രഭാഷണം എന്ന് പറയുന്നതിനേക്കാൾ നമ്മളൊരു ഇൻട്രാക്റ്റീവ് ചർച്ച എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം നമുക്ക് ഈ വിഷയത്തിന് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പതിവ് പോലെ നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലേക്ക് വന്നാലോ? നമ്മൾ കഴിഞ്ഞ തവണ എഴുത്തുകൂട്ടത്തിൽ കവിതയും കാലവും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കിട്ടിയപ്പം അതിലും നമ്മളൊരു ഉദാഹരണ സഹിതമാണ് വന്നത്. അതുപോലെ നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ഓക്കെയാണ് ഇത് കരുതുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആളുകളും സ്ത്രീകളാണ്. കൂടുതൽ നമ്മളുമുണ്ട്, പുരുഷന്മാരുമുണ്ട് അല്ലേ? അത്യാവശ്യമൊക്കെ വീടുകളിൽ പാചകം ചെയ്യുന്നവരൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും, ശരിയല്ലേ? എന്തായാലും രാവിലെ സമയമാണ്, നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വെക്കുക. നാളെ ഞായറാഴ്ചയാണ്. നാളെ നമ്മൾ തീരുമാനിക്കുകയാണ് എന്നാൽ പിന്നെ നാളെ ഒരു വെറൈറ്റി ഐറ്റം അല്ലെങ്കിൽ ഒരു രുചികരമായൊരു ഭക്ഷണം നമുക്ക് രാവിലെ തയ്യാറാക്കി വീട്ടുകാരെയൊക്കെ ഒന്ന് ഞെട്ടിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. രാവിലെ നമ്മൾ എണീറ്റ് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുകയാണ് എന്ന് കരുതുക. നമ്മൾ ദോശമാവ് എടുത്തു, റെഡിയാക്കി ഇളക്കിയൊക്കെ ചേർത്ത് വെച്ചു, ചുടാനുള്ള ഒരുക്കത്തിലാണ്. ചമ്മന്തി അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റെഡിയാക്കി വെക്കുന്നു. തേങ്ങയൊക്കെ അരച്ച് ഇങ്ങനെ എന്താ പറയുക, പച്ചമുളകൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഈ വറ്റൽമുളകൊക്കെ മൂപ്പിച്ചിടുമ്പോൾ വരുന്നൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദോശകൾ നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമ്മളെ ഭംഗിയുള്ള പൂ പോലെ വെളുത്ത നല്ല ഭംഗിയുള്ള വട്ടം തികഞ്ഞ നല്ല ദോശകൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുന്ന ദോശകളിൽ ചിലത് നമ്മൾ ചമ്മന്തിയൊക്കെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ കരിഞ്ഞു പോകും അല്ലേ? അതായത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില ദോശകളൊക്കെ കരിഞ്ഞു പോകും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് നോക്കുമെടുത്തിട്ട് ഈ ദോശയിൽ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടോ, കുറച്ചൊക്കെ കരിഞ്ഞിട്ടുള്ളെങ്കിൽ ആ കരിഞ്ഞ ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ എടുക്കും, ശരിയല്ലേ? അതല്ല, നന്നായി കരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിച്ചേ പറ്റൂ. ദെൻ നല്ല ദോശയൊക്കെ ചുട്ടെടുത്ത് പാത്രത്തിൽ കാസറോളിൽ നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മളിത് ഇടയ്ക്കൊന്ന് രുചിച്ച് നോക്കും. ഒരു കഷ്ണം ദോശ മുറിച്ച് നമ്മളുണ്ടാക്കിയ ചമ്മന്തിയിൽ മുക്കി നമ്മളൊന്ന് നാവിൽ വെച്ച് നോക്കും. ആഹാ, കൊള്ളാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം സ്വയം രൂപീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇത് വിളമ്പിക്കൊടുക്കും നമ്മുടെ വീട്ടുകാർക്ക്. അതെങ്ങനെ വിളമ്പണം? സാധാരണഗതിയിൽ വെറുതെ ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ രുചിയൊന്നും കഴിക്കുന്നവർക്ക് തോന്നില്ല. അവിടെ വിളമ്പുമ്പോൾ ആ ദോശയുടെ രുചിയും ചമ്മന്തിയുടെ രുചിയും ഒപ്പം എന്ത് വേണം? കുറച്ച് സ്നേഹം കൂടി ചേർത്ത് വേണം നമ്മൾ വിളമ്പാൻ. ഉപചാരപൂർവ്വം സ്നേഹപൂർവ്വം വേണം അതിനെ വിളമ്പിക്കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ രുചി എന്ത് ചെയ്യും? ഇരട്ടിക്കും, ശരിയല്ലേ? അങ്ങനെ അത് കഴിച്ചിട്ട് വീട്ടുകാർ നല്ല അഭിപ്രായം പറയണം, ഇന്ന് കൊള്ളാമല്ലോ, ഇന്നെന്താണ് സ്പെഷ്യൽ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊരു അഭിപ്രായം കേൾക്കുകയും ഒന്നിൽ കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതേ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ആത്മവിശ്വാസം കൂടും. അപ്പോൾ നമ്മൾ തീരുമാനിക്കും, തൊട്ടടുത്ത ആളുകൾ ഇടയ്ക്കൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട്, ഇത് നല്ലതല്ലേ, എന്നാൽ പിന്നെ 2 എണ്ണം കൊടുത്തേക്കാം. അയൽവക്കത്ത് കൊടുത്തു 2 ദോശയും കുറച്ച് ചമ്മന്തിയും. അവരും നല്ല അഭിപ്രായം, കൊള്ളാമല്ലോ,
നല്ല ദോശയാണല്ലോ, ഇത് ആരുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആത്മവിശ്വാസം കൂടും. നമ്മൾ എന്ത് ചെയ്യും? 2 ദോശയും കൂടെ എടുത്ത് തൊട്ടടുത്ത അയൽപക്കത്തും കൊടുക്കും. 3-4 അയൽപക്കങ്ങളിൽ കൊടുത്തപ്പോൾ അവർ നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് തന്നു. കൊള്ളാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയ ആൾക്ക് മനസ്സിലാവും, എനിക്ക് നന്നായിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയാം, ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അവിടെ നമ്മൾ അയൽപക്കത്ത് കൊടുത്ത ആ ദോശ എങ്ങനത്തെ ദോശയാണ്? നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല ഷേപ്പുള്ള, ഒട്ടും കരിയാത്ത, പാകത്തിന് മാത്രം കരിഞ്ഞ അല്ലെങ്കിൽ പാകത്തിന് വെന്ത ഏറ്റവും നല്ല ദോശ, കുറച്ച് ചമ്മന്തി ഏറ്റവും നല്ല പാത്രത്തിൽ എടുത്തിട്ടാണ് നമ്മൾ അയൽപക്കത്ത് കൊടുക്കുക. കാരണം നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു വാക്കാണ്, നല്ലൊരു ഫീഡ്ബാക്കാണ്, അല്ലേ? അപ്പോൾ അവർ നല്ല ഫീഡ്ബാക്ക് വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്ക് നന്നായിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ദോശയാവില്ല, ചപ്പാത്തി ആവാം, അതിനടുത്ത ആഴ്ച ബിരിയാണി ആവാം, പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് പാചകം ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അവിടെയൊക്കെ പക്ഷേ എന്ത് ചെയ്യണം? പാചകം ചെയ്യുന്നത് എന്ത് വിഭവമായാലും അവിടെ പ്രധാനം അതിൻ്റെ ചേരുവകൾ കൃത്യമായിരിക്കണം, അതിൻ്റെ വേവ് കൃത്യമായിരിക്കണം. അത് ആത്മാർത്ഥമായിട്ട് ആത്മസമർപ്പണത്തോടെ വേണം നമ്മളതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം പാചകം ചെയ്യുമ്പോൾ ചിലപ്പോൾ എത്ര നല്ല പാചകക്കാരനായാലും ചിലപ്പോൾ ചിലതൊക്കെ പാകം തെറ്റി കരിഞ്ഞു പോയേക്കാം. അതിനെ ഒരിക്കലും വിളമ്പാൻ നമ്മൾ തയ്യാറാവരുത്, അതിനെ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. കുറച്ച് ഭാഗങ്ങൾ എടുക്കാമെങ്കിൽ അതിനെ എടുക്കാം. ബിരിയാണിയൊക്കെ കരിഞ്ഞു പോയാൽ കരിയാത്ത ഭാഗം നമുക്കെടുത്ത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ദെൻ അവിടെ പാചകം ചെയ്ത് സ്നേഹം കൂടെ കൂട്ടിക്കലർത്തി വേണം പാചകം ചെയ്യാൻ. അങ്ങനെ പാചകം ചെയ്ത പദാർത്ഥങ്ങൾ വേണം, ഭക്ഷണ വിഭവങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമുക്ക് പ്രിയപ്പെട്ടവർക്കായിട്ട്. നമ്മൾക്ക് പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ അയൽപക്കംകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ വിളമ്പി കൊടുക്കാൻ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇനി 2-3 ചോദ്യങ്ങളാണ്. നമ്മൾ എന്തിനാണ് ദോശ ഉണ്ടാക്കിയത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ എന്തിനാണ് ദോശ ഉണ്ടാക്കിയത്? നമ്മൾ സ്വന്തം വിശപ്പടക്കാനാണ് ദോശ ഉണ്ടാക്കിയത്. ശരിയല്ലേ? നമ്മൾ ആർക്കു വേണ്ടിയാണ് ദോശ ഉണ്ടാക്കിയത്? നമ്മൾ നമുക്ക് വേണ്ടിയാണ് ദോശ ഉണ്ടാക്കിയത്. നമ്മൾ ആർക്കൊക്കെ കൊടുക്കുമത്? നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമത്. നമ്മൾ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയത് ചോദിച്ചാൽ അതൊരു അരമണിക്കൂർ നേരത്തെ പരിശ്രമമല്ല. ഇപ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് ദോശമാവല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ കടകളിൽ പോയി ഏറ്റവും നല്ല പച്ചരി നോക്കി വാങ്ങി, ഏറ്റവും നല്ല ഉഴുന്ന് നോക്കി വാങ്ങി, അതിനെ കൃത്യമായ അനുപാതത്തിൽ തലേന്ന് തന്നെ വെള്ളത്തിൽ, വെവ്വേറെ പാത്രങ്ങളിൽ വെള്ളത്തിലിടുകയും രുചി ഒരല്പം കൂട്ടാൻ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഒരല്പം ഉലുവ കൂടി ചേർക്കുകയും ഒക്കെ ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ അത് മാവാക്കി അരച്ച് വെച്ച് ആ മാവിൻ്റെ ചൂടിനെ ഫാനിൻ്റെ താഴെ വെച്ച് തണുപ്പിച്ച് പാകമായി ചേർത്ത് വെച്ചിട്ടാണ് രാവിലെ നമ്മൾ ദോശയുടെ തുടങ്ങുന്നത്. രാവിലെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് പാകമായിരിക്കുന്ന ദോശമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ദോശ ഇടുന്നത്. അതായത് 2 ദോശ ചുട്ടെടുക്കാൻ നമുക്ക് മണിക്കൂറുകളുടെ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. എങ്കിലേ ആ ദോശ എന്ത് ചെയ്യൂ? രുചികരമാവും. അതല്ലെങ്കിൽ ആ ദോശ രുചികരമാവില്ല, ആർക്കും അത് ഇഷ്ടപ്പെടില്ല. ദോശ എന്ന് പേര് വിളിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സ്നേഹം, അല്ലെങ്കിൽ അതിനെ വേണ്ട ചേരുവകളെല്ലാം ചേർത്താണ് അതിനെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് വിളമ്പേണ്ടത്? ആ ചുട്ടെടുക്കുന്ന ദോശകളിൽ ഏറ്റവും നല്ല ഷേപ്പുള്ള, കൃത്യമായി വെന്ത ദോശകൾ നോക്കി തിരഞ്ഞെടുത്ത് വേണം മറ്റുള്ളവർക്ക് വിളമ്പാൻ, അല്ലേ? നമ്മൾ ആദ്യം ദോശ ചുടുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയാക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഏറ്റവും നല്ല ദോശകൾ വേണ്ടി സെലക്ട് ചെയ്ത് വേണം നമ്മൾക്ക് മറ്റുള്ളവർക്ക് വിളമ്പാൻ. അങ്ങനെ വിളമ്പിയാൽ മാത്രം പോരാ, ആ വിളമ്പുമ്പോൾ എന്ത് ചെയ്യണം? വളരെ ഉപചാരപൂർവ്വം സ്നേഹവും കൂടെ കൂട്ടിക്കലർത്തി താല്പര്യത്തോടെ വിളമ്പണം. അപ്പോഴാണ് അവർക്കതിൻ്റെ രുചി ഇരട്ടിക്കുക. അവരത് രുചിച്ച് നോക്കുമ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ദോശകൾക്ക് വേണ്ടിയിട്ട്
നമ്മളുടെ വീട്ടുകാരും നമ്മളുടെ കൂട്ടുകാരും നമ്മുടെ അയൽവക്കംകാരും ഒക്കെ എന്ത് ചെയ്യുള്ളൂ? കാത്തിരിക്കും. അതല്ല, കരിഞ്ഞ ദോശകളാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അയൽവക്കത്ത് കൊണ്ടുപോയി കരിഞ്ഞ ദോശ കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയ ദോശയും ചമ്മന്തിയും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഈ ദോശയായിട്ട് അവിടെ ചെല്ലുമ്പം അവർ വാതിൽ തുറന്നിട്ട് പറയും, അയ്യോ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ കേട്ടോ, ഇനി വേണ്ട. 2 തവണ നമ്മൾ അതുപോലെ ആവർത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല, അല്ലേ? അപ്പോൾ കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യപൂർവ്വം തയ്യാറാക്കുന്നത് ദോശയാവണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിൽ തന്നെ കരിഞ്ഞു പോയവ ഉപേക്ഷിച്ച് മാറ്റിവെച്ച് ഏറ്റവും നല്ലത് ആവണം നമ്മൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. എങ്കിലാണ് ആ ദോശയാവും. എങ്കിലാണ് നമുക്ക് സംതൃപ്തി തരുന്നൊരു ഫീഡ്ബാക്ക് അതിനകത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ആളുകൾ നമുക്ക് തരും. എല്ലാവരും ഇത് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നു. അത്യാവശ്യം പാചകമൊക്കെ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നു, അല്ലേ? ഏകദേശം ഞാൻ പറയുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എഴുത്തും. എന്തിനാണ് എഴുതുന്നത്? എഴുതുന്നത് എന്തിന്? ആദ്യത്തെ ചോദ്യം. എന്തിനാണ് ദോശ ഉണ്ടാക്കുന്നത്? എന്തിനാണ് എഴുതുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, നമ്മുടെ ഉള്ളിൽ നമുക്ക് സമൂഹത്തോടോ മറ്റുള്ളവരോടോ പറയണമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ എഴുതേണ്ടത്. നമ്മൾ എഴുതിയില്ല എന്നോർത്ത് ഈ ലോകത്തിലൊന്നും സംഭവിക്കില്ല, അല്ലേ? മറ്റു പലരും എഴുതിക്കോളും. പക്ഷേ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആ ഒരു ബോധമാണ് നമുക്ക് മനസ്സിൽ വേണ്ടത്. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും നല്ലതാവണം നമ്മൾക്ക് എഴുതേണ്ടത്. കൃത്യമായ അനുപാതത്തിൽ അരിയും ഉഴുന്നും ഉലുവയും മിക്സ് ചെയ്ത് വേണം നമ്മൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ അത് ദോശയാവില്ല, എഴുത്താവില്ല, രുചികരമാവില്ല. അപ്പം എന്തിനാണ് എഴുതുന്നത്? നമുക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? നമുക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അത് നമുക്കിഷ്ടപ്പെട്ടാൽ, നമുക്ക് സംതൃപ്തി നൽകിയാൽ നമുക്കത് എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് പങ്കുവയ്ക്കാം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായി. എഴുതുന്നത് എന്തിന്? ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? 3, എന്ത് എഴുതണം? അവിടെയും നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ദോശ ഉണ്ടാക്കണമോ? ദോശ ഉണ്ടാക്കാം. ഇഡ്ഡലി ആവണോ? അതും ആവാം. ചപ്പാത്തി, ബിരിയാണി, പുട്ടും കടലയും എന്തുമാവാം. വിഭവങ്ങൾ എന്തുമാവാം. നമുക്ക് കഥ എഴുതാം, കവിത എഴുതാം, യാത്രാവിവരണം എഴുതാം, ലേഖനം എഴുതാം, ഐതിഹ്യ ചരിത്രങ്ങൾ എഴുതാം. എന്തെഴുതുന്നു എന്നതല്ല, അത് എങ്ങനെ എഴുതുന്നു എന്നും, അത് എത്രമാത്രം ആത്മസമർപ്പണത്തോടെ എഴുതുന്നു എന്നും, അത് എത്ര രുചികരമാവുന്നു വായനക്കാർക്ക് എന്നുമാണ് പ്രധാനം. അവിടെ എപ്പോഴും എന്ത് വേണം? വ്യത്യസ്തത വേണം. അപ്പം 3ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഇനി എങ്ങനെ എഴുതണം? 4ാമത്തെ ചോദ്യം അതാണ്. എങ്ങനെ എഴുതണം? എങ്ങനെ ദോശ ഉണ്ടാക്കണം? പെട്ടെന്ന് അരമണിക്കൂറിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ മറ്റാരെങ്കിലും അരച്ചു വെച്ചിരിക്കുന്ന ദോശമാവ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരണം, അല്ലേ? അതായത് കോപ്പി അടിക്കണം. വേണ്ട, അത് നല്ല കാര്യമല്ല. അതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണം. എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. ദോശയാണെങ്കിലാണ് അരിയും പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ നമുക്ക് വേണ്ടത്. ചപ്പാത്തിയാണെങ്കിൽ ഇതല്ല ചേരുവകൾ. ഗോതമ്പ് മാവും ചൂടുവെള്ളവും ഉപ്പും ഒക്കെയാണ് അവിടെ ചേരുവകൾ. ഇപ്പോൾ കഥയാണ് എഴുതേണ്ടതെങ്കിൽ, കവിതയാണ് എഴുതേണ്ടതെങ്കിൽ ആദ്യമേ നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഏത് വിഷയത്തെ പറ്റിയാണ് നമ്മൾ എന്താണ് എഴുതുന്നത്? കഥയാണ് എഴുതുന്നത്, അല്ല കവിതയാണ് എഴുതുന്നത്? വിഷയം സെലക്ട് ചെയ്താൽ എത്രമാത്രം ആഴത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വലിയൊരു കവിതയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ ചെറിയ കവിതയാണോ ഉദ്ദേശിക്കുന്നത്? അത് തീരുമാനിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാൻ. ആ മുന്നൊരുക്കങ്ങൾ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ നീണ്ടു നിന്നേക്കാം. ഒരു കവിത എഴുതി, ഒരു രചന എഴുതി തുടങ്ങിയിട്ട് ചിലപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനാവാതെ 2 വരിയോ 3 വരിയോ ഒക്കെ എഴുതി അവിടെ കണ്ടിന്യൂവേഷൻ ഇല്ലാതെ വിട്ടുപോകുന്ന ചില സമയങ്ങളുണ്ട്. അവിടെ നിർത്തുക. നമുക്ക് പിന്നീട് അതവിടെ വെച്ചേക്കുക. നമുക്ക് പിന്നീട് എപ്പോഴാണോ കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് അത് പൂർത്തിയാക്കാം, അല്ലേ? ചിലപ്പോൾ നമ്മൾ ദോശമാവൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ശരിയാവില്ല. എല്ലാ അനുപാതമൊക്കെ ശരിയായിരുന്നു,
പക്ഷെ നോക്കുമ്പോൾ രാവിലെ മാവ് കലക്കി വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ദോശ ചുട്ടാൽ ആരും വീട്ടിൽ കഴിക്കില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഓൾട്ടർനേറ്റീവ് വേണം. അതവിടെ എഴുതി നിർത്തിയിട്ട് നമുക്ക് 4 വരിയുള്ള നല്ലൊരു ഹൈക്യൂ കവിത വേണമെങ്കിൽ ചെയ്യാം. അതായത് പെട്ടെന്ന് കുറച്ച് ആട്ട എടുത്ത് കലക്കി വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് ദോശ ചുടാം, അല്ലേ? പക്ഷെ അതും എന്താവണം? സ്നേഹം കൂട്ടിക്കലർത്തി ആവണം, താല്പര്യത്തോടു കൂടി ആവണം നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ എഴുതുന്നത് എന്തിന്, എഴുതുന്നത് ആർക്കു വേണ്ടി, എങ്ങനെ എഴുതണം, ഇത്രയും ചോദ്യങ്ങളായി. ഇനി ഈ എഴുതുന്നത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അതാണ് നമ്മുടെ 5ാമത്തെ അഥവാ അവസാനത്തെ ചോദ്യം. അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ദോശ കൊണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഏറ്റവും വൃത്തിയുള്ള പാത്രത്തിൽ, നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള പാത്രത്തിൽ ഏറ്റവും ഭംഗിയുള്ള ദോശ, അത്യാവശ്യം എന്ത് ചെയ്യാം, വേണമെങ്കിൽ 2 കറിവേപ്പിലൊക്കെ അതിൻ്റെ മേളിൽ, ചമ്മന്തിക്ക് മേളിലിട്ട് ഭംഗിയാക്കി ഗാർണിഷ് ചെയ്തിട്ട് വിളമ്പുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്നേഹം കൂടി കൂട്ടിക്കലർത്തി വിളമ്പണം. അപ്പോൾ ദോശയിൽ വേണ്ടത് സ്നേഹവും മൃദുത്വവുമാണെങ്കിൽ നമ്മുടെ എഴുത്തിൽ വേണ്ടത് എന്താണ്? സ്നേഹവും മൃദുത്വവും മാത്രം പോരാ. ചിലപ്പോൾ നമുക്ക് മൃദുത്വം നമ്മുടെ എഴുത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പകരം അവിടെ എന്ത് വേണം? ഒരു സന്ദേശം വേണം. നമ്മൾ എഴുതുമ്പോൾ കഥയോ കവിതയോ മറ്റെന്തുമാവട്ടെ, ഒരു കഥയോ കവിതയോ ആണെങ്കിൽ അത് വായിച്ച് തീരുമ്പോൾ ആ വായനക്കാരന് ഏറ്റവും കുറഞ്ഞത് ഒരു ലഘു സന്ദേശമെങ്കിലും അതിനകത്ത് നിന്ന് കിട്ടണം. ഒരു യാത്രാ വിവരണമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക് തോന്നണം, അയാൾ പോകാത്തൊരു സ്ഥലമാണെങ്കിൽ അയാൾക്ക് തോന്നണം, തീർച്ചയായും അടുത്ത തവണ ഞാൻ എൻ്റെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. അയാൾ ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അയാൾക്ക് തോന്നണം, ഈ കാഴ്ചകളൊന്നും ഇത്ര സുന്ദരമായിട്ട് നമ്മളവിടെ കണ്ടില്ലല്ലോ, ഒരിക്കൽ കൂടി എനിക്കവിടെ പോകണം. അവിടെയാണ് എഴുത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ എഴുത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തിൽ എന്തുണ്ടാവണം? ഒരു കൃത്യമായ, ലളിതമെങ്കിലും കൃത്യമായ ഒരു സന്ദേശം കൂടി ഉണ്ടാവണം. അതെന്തെഴുതിയാലും, എത്ര നീണ്ട എഴുത്തായാലും, എത്ര ഹ്രസ്വമായ എഴുത്തായാലും, ഏത് തരത്തിലുള്ള എഴുത്തായാലും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പം നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇപ്പോൾ സന്ദേശത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ചെറിയ കവിതകളുടെ കാലമാണല്ലോ ഇത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കവിത എഴുതുകയാണെന്ന് വയ്ക്കുക. കിളി പറന്നു അങ്ങോട്ട്, കിളി പറന്നു ഇങ്ങോട്ട്, പിന്നെ കുറച്ച് വിശ്രമിച്ചു. ഇതിലെന്തെങ്കിലും സന്ദേശമുണ്ടോ? ഒരു ആധുനിക കവിയാണ് എഴുതുന്നത് എന്ന് കരുതുക. കിളി പറന്നു അങ്ങോട്ട്, കിളി പറന്നു ഇങ്ങോട്ട്, പിന്നെ കുറച്ച് വിശ്രമിച്ചു. ഇതിൽ പ്രത്യേകിച്ച് സന്ദേശങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇതിനകത്തൊരു സന്ദേശവും ഇല്ല. രാവിലെ അയാൾക്ക് തോന്നി, ആളത് എഴുതി. ഇതാരും എഴുതിയതല്ല കേട്ടോ, ഞാൻ ഉദാഹരണമായിട്ട് വെറുതെ പറഞ്ഞു നിങ്ങൾ, ആരെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ ആ വരികൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതിയാലോ? കിളി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു, പിന്നെ വിശ്രമിച്ചു, ഇനിയും ഏറെ ദൂരം പറക്കുവാൻ. കിളി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു, ശേഷം വിശ്രമിച്ചു, ഇനിയും ഏറെ ദൂരം പറക്കുവാൻ. ഇതിനെ വേണമെങ്കിൽ നമ്മളുടെ ജീവിതവുമായിട്ട് നമുക്ക് ഒന്ന് ബന്ധിപ്പിക്കാം. നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അത് എന്തിനു വേണ്ടി ആണെന്നുള്ളത് വേറെ ചോദ്യം. അതിനുശേഷം നമ്മൾ കുറച്ച് വിശ്രമിച്ചു, എന്തിനു വേണ്ടി? ഇനിയും ഒരുപാട് കാതം, ഒരുപാട് ദൂരം നമുക്ക് ജീവിതത്തിൽ പറക്കുവാനുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് ദൂരം പറക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താവശ്യമാണ്? ചെറിയ വിശ്രമവേളകൾ ആവശ്യമാണ്. വിശ്രമമില്ലാതെ പറന്നാൽ അത് ഒരിക്കലും എങ്ങോട്ടെത്തില്ല, ഒരുപാട് ദൂരം നമുക്ക് പറക്കാനാവില്ല. ആ അവസാനത്തെ ഒരു വരിയിൽ അത്ര വലിയൊരു സന്ദേശം വേണമെങ്കിൽ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഏതൊരു രചന നിർവഹിക്കുമ്പോഴും നമ്മളുടെ ആ രചനയിൽ ഇതുപോലെ സ്വന്തം ജീവിതവുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം സാമൂഹ്യ പരിസ്ഥിതിയുമായിട്ട് ഒക്കെ കൂട്ടിക്കലർത്തി വായിക്കാൻ പറ്റുന്ന ഒരു സന്ദേശം വേണം. ആ സന്ദേശമാണ് എപ്പോഴും ഒരു എഴുത്തുകാരൻ സമൂഹത്തിന് നൽകേണ്ടത്. പ്രശസ്തനായ കവി, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കവിയാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ വളരെ പ്രശസ്തമാണ്. അവിടെ ഏത് കവിതകൾ എടുത്താലും അവിടെ അദ്ദേഹത്തിൻ്റെ 4 വരി പ്രത്യേകം എടുത്തു നിൽക്കുന്ന വരികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഇതിനകത്തൊരു 4 വരികൾ ഇങ്ങനെ ഉണ്ട്: നഷ്ടപ്പെടും വരെ
നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. അല്ലേ? മറ്റൊരു കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. അപ്പം ഒരുപാട് മനോഹരമായ വരികൾ ഉള്ള ആ കവിതകളിൽ ഇത്തരം 4-5 വരികളിൽ വ്യക്തമായൊരു സന്ദേശമുണ്ട്. ശരിക്കും ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി എന്ന് അദ്ദേഹം എഴുതിയിരുന്ന, അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് എഴുതിയത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ്. അതായത് ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി, ദുഃഖം മാത്രമാണ് ഈ ജീവിതത്തിലുള്ളെങ്കിൽ അതിലെന്തർത്ഥമാണ്, അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കണം എന്ന അർത്ഥത്തിലാണത്രേ കവി അത് എഴുതിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വായനക്കാരൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച സമയത്ത് നേരെ തിരിഞ്ഞ ഒരു അർത്ഥത്തിലാണ് എടുത്തത്. ഈ ജീവിതത്തിൽ ദുഃഖം മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ എന്തിനീ ജീവിതം തുടരണം എന്നൊരർത്ഥത്തിലും അദ്ദേഹം, ആ വായനക്കാരൻ അതെടുത്തു. അപ്പോൾ അവിടെ സന്ദേശമുണ്ടാവണം. ആ സന്ദേശം എന്തായിരിക്കണം? നല്ല അർത്ഥത്തിൽ, അത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് വായനക്കാരിലേക്ക് എത്തിക്കുകയും വായനക്കാരത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ചുരുക്കം, ഏകദേശം നമ്മൾ പറഞ്ഞ സമയത്തോടടുക്കുന്നു, 11:35 കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദ്യോത്തരങ്ങളാവാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്താൽ എന്താണ്? എഴുതുന്നത് എന്തിന്? ആദ്യത്തെ ചോദ്യം, നമുക്ക് വേണ്ടിയാണ് എഴുതുന്നത്. നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ആത്മാർത്ഥമായി വേണം, ആത്മസമർപ്പണത്തോടെ വേണം നമ്മൾ എന്തും എഴുതാൻ. ആർക്കു വേണ്ടിയാണ്? നമ്മളത് പറഞ്ഞു, നമുക്ക് വേണ്ടിയാണ്. ശേഷം നമുക്കിഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പങ്കുവെക്കുകയും വേണം. എന്താണ് എഴുതേണ്ടത്? എന്തും എഴുതാം. കഥയോ കവിതയോ യാത്രാവിവരണമോ ലേഖനമോ എന്തുമാവട്ടെ. അതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ എന്തുമാവട്ടെ, എന്തും എഴുതാം. എന്തെഴുതുന്നു എന്നതിലല്ല, എങ്ങനെ എഴുതുന്നു, എത്ര അർത്ഥപൂർണമായിട്ട് എഴുതുന്നു എന്നതിലാണ് കാര്യം. 3, എങ്ങനെയാണ് അത്, ആർക്കാണത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൽ വേണ്ടത്. അതിൽ വേണ്ടത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമെങ്കിലും വേണം, അതിൽ ഒരു മുന്നറിയിപ്പെങ്കിലും വേണം നമ്മളുടെ ഓരോ എഴുത്തിലും. ഇനി എങ്ങനെയാണ് ഈ എഴുത്തിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടത്? വളരെ സ്നേഹപൂർവ്വം, വളരെ ഉപചാരപൂർവ്വം അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്ജക്റ്റിനെ ഏകദേശം കിട്ടിയ സമയത്തിനുള്ളിൽ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളാവാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ, വളരെ നന്ദി സാറ് ചോദ്യം ചോദിച്ചതിൽ. തീർച്ചയായിട്ടും ഇതിന് മുമ്പ് വന്ന 3 ചോദ്യങ്ങളിലും ഒരുമിച്ച് ഞാൻ മറുപടി പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ 2 പേരല്ല 3 പേരും ചോദിച്ച കാര്യം നമ്മുടെ സന്ദേശം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ മറ്റൊന്ന്, അപ്പം നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിൽ എന്ത് സന്ദേശമാണ് വേണ്ടത് എന്നാണ്. അപ്പം നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അതായത് നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ, അതിൽ നമ്മൾ മാത്രമാണ് കഴിക്കുന്നത് എങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. നമ്മളുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ചിലപ്പോൾ ഇതിൽ എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമുണ്ടാവും. നമ്മൾ പല ഹോട്ടലുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നവരാണ്, അല്ലേ? പക്ഷെ ഇപ്പോഴും ഏറ്റവും നല്ല ആഹാരം നിങ്ങൾ എവിടെയാണ് കഴിച്ചത് എന്ന് ചോദിച്ചാൽ ചില ഹോട്ടലുകളുടെ പേര് എടുത്തു പറയാൻ പറ്റും. അവിടെ ചിലപ്പോൾ നമ്മൾ പറയുമോ, ആ കഴിച്ച രുചി, വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച ആ ബിരിയാണിയുടെ രുചി അതിപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെ ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിലെ നാവിൻ്റെ തുമ്പിൽ ആ രുചി ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ശരിക്കും ആ നാവിൻ്റെ തുമ്പിൽ ആ രുചിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എവിടെയോ ആ സാധനം കിടക്കുന്നുണ്ട്. ആ രുചി ഒട്ടും പറ്റാതെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ രുചിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒരുപാട് ഹോട്ടലുകളിൽ നിന്നും അതേ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടാവാം. എന്തുകൊണ്ടത് ഓർമ്മയിൽ നിൽക്കുന്നില്ല? അവിടെ ആ ഹോട്ടലിന് പ്രത്യേകതയുണ്ടായിരുന്നു, ആ ഭക്ഷണ വിഭവത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. നാവിലത് തങ്ങി നിൽക്കണമെങ്കിൽ അതിനെന്ത് വേണം? നമ്മളുടെ ഫേസ്ബുക്കിലാവട്ടെ, വാട്സാപ്പിലാവട്ടെ, എവിടെയാവട്ടെ, നമ്മളുടെ ഗ്രൂപ്പിൽ പോലും ഒരുപാട് കവിതകളും ഒരുപാട് രചനകളും ഇങ്ങനെ നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. ചിലത് മാത്രമാണ് നമ്മളുടെ നാവിൻ തുമ്പിൽ നിൽക്കുക, നമ്മുടെ മനസ്സിനുള്ളിൽ നിൽക്കുക, അല്ലേ? അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ പ്രണയ കവിതകളെപ്പറ്റി ശ്രീ മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രണയ കവിതകൾ, അതിനകത്ത് എന്ത് സന്ദേശമാണെന്ന് ചോദിച്ചാൽ
എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും അതിനൊരു സന്ദേശമുണ്ട്. രേണുക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അത് നമുക്ക് തരുന്നത് ഒരു സന്ദേശമല്ലേ? സുന്ദരമായൊരു പ്രണയം, അത് സഫലമായാലും സഫലമായില്ലെങ്കിലും എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാവണം എന്നുള്ളൊരു സന്ദേശമല്ലേ അത് നമുക്ക് തരുന്നത്, അല്ലേ? ഓർമ്മിക്കുവാൻ വേണ്ടി ഞാൻ നിനക്കെന്ത് നൽകണം. അവിടെ ഒരു ചുംബനം പോലും അല്ല നൽകുന്നത് കാമുകൻ പിരിഞ്ഞു പോകുന്ന കാമുകിക്ക്. പകരം എന്താണ്? എന്നെ ഓർമ്മ വെക്കണം, നിന്റെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും എന്നെ ഒന്ന് ഓർത്തിരിക്കണം എന്ന ഒരു വാക്കുമാത്രം. പരിശുദ്ധമായ ഒരു പ്രണയത്തിന്റെ സന്ദേശമല്ലേ അത് നമ്മളിലേക്ക് പകരുന്നത്? അല്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ കാണാനാണ് താല്പര്യം, അങ്ങനെ കാണണം എന്ന് മറ്റുള്ളവരോട് പറയാനാണ് താല്പര്യം. അതാണ് ഞാൻ ഉദ്ദേശിച്ച സന്ദേശം. അതല്ലാതെ എല്ലാത്തിലും വലിയ ഒരു സാമൂഹിക സന്ദേശം കൊടുക്കണം എന്നുള്ളതല്ല. നമ്മൾ എഴുതി വിടുന്ന സാധനം ആൾക്കാരുടെ മനസ്സിൽ, ആയിരക്കണക്കിന് രചനകൾ കയറിയിറങ്ങി പോകുന്ന മാധ്യമങ്ങളിലും ആളുകളുടെ മനസ്സിലും അത് ഒരു വേള തങ്ങി നിൽക്കണമെങ്കിൽ, ഒരാഴ്ച കഴിഞ്ഞെങ്കിലും അത് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് വരണമെങ്കിൽ അതിൽ എന്തുണ്ടാവണം? സന്ദേശം എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞ സന്ദേശം എന്നുള്ളതല്ല, അതിൽ കാമ്പുണ്ടാവണം, അകക്കാമ്പുണ്ടാവണം, കാതലുണ്ടാവണം. അതല്ലെങ്കിൽ വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്ക് അയച്ചു തരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ വായിച്ച് നോക്കാൻ പോലും നിൽക്കാതെ എടാ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ് എന്നൊരു കമൻ്റ് ഇടും. അതെന്താണ്? കവിത ഞാൻ വായിച്ച് ആസ്വദിച്ചതിൻ്റെ അല്ല, എന്നോടുള്ള അല്ലെങ്കിൽ അയാളോടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പാണ്. ഒരു വ്യക്തിപരമായ താല്പര്യവുമില്ലാത്ത അല്ലെങ്കിൽ ബന്ധവുമില്ലാത്ത ഒരു കവിത, ഒരു കഥ എനിക്ക് കിട്ടുമ്പോൾ ഞാനത് 2 or 3 ആവർത്തി വായിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവണം? അകക്കാമ്പുണ്ടാവണം. നമ്മളെ ആകർഷിക്കുന്ന ഒരു സാധനം അതിനകത്ത് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതാണ് ഞാൻ ഈ സന്ദേശം എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ ചോദ്യങ്ങൾ കൂടുതലില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു മണിക്കൂറായി നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇതുവരെ ഈ 1 മണിക്കൂറോളം നേരം ഞാനും നിങ്ങളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3, 4, 5 വരികളിലേക്ക് ഒതുക്കാം. അപ്പോൾ ഞാനതിനൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതുകൂടെ ചൊല്ലി നമുക്ക് എൻഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എഴുതുന്നതെന്താവണം, നീ എഴുതുവതാർക്കാവണം, എഴുതു നിനക്കായി നീ, അതിൽ നിറയട്ടെ സ്നേഹാമൃതം, കാമ്പുള്ള രുചിയാവണം, അതിൽ സന്ദേശമധുവൂറണം, വിളമ്പു പ്രിയർക്കായി നീ, പ്രിയമോടവർക്കായി നീ, എഴുതുന്നതെന്താവണം, നീ എഴുതുവതാർക്കാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കവിതയുടെ അല്ല, കവിതകളുടെ മൊത്തത്തിലൊരു ശക്തിയും ഒക്കെ അതാണ്. കാരണം നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നമുക്ക് വളരെ നീട്ടിപ്പരത്തി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലെ ഏതാനും വരികളിലേക്ക് ഒതുക്കി ഒരു എഴുത്തുകാരന് സമൂഹത്തോട് പറയുകയും ആ സമൂഹം അതിനെ വീണ്ടും തിരിച്ച് 2, 3, 4 പേജുകളായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക അവനവൻ്റെ ഒരു ആശയ രീതിക്കനുസരിച്ച് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ രചനകളിൽ കാമ്പുണ്ടാവണം. കാമ്പുണ്ടായാലേ നമുക്കതിനെ വലുതാക്കാൻ പറ്റുള്ളൂ, വികസിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, കുറേയേറെ പേരെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവണം. അതിന് ഉത്തരങ്ങൾ നമ്മൾ തേടണം. നമുക്ക് ഉത്തരങ്ങൾ കിട്ടാത്ത സെഷനുകളാണെങ്കിൽ നമ്മളത് തേടിക്കൊണ്ടേയിരിക്കണം അടുത്ത സെഷനുകളിൽ. ഇനിയും മുൻപോട്ട് ഉള്ള എല്ലാ സെഷനുകളും ഒരുപാട് ഭംഗിയാവട്ടെ, മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.